Hey guys, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോബ്ലംസ് ഓഫ് അയർലൻഡ്. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് അതിന് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഈ വീഡിയോയിലും അതിന്റെ കാര്യം മെൻഷൻ ചെയ്തേക്കാം. ഇന്ന് വീണ്ടും ഒരു നെഗറ്റീവ് കമന്റ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു റിയാക്ഷൻ വീഡിയോ കൂടെ അങ്ങ് ചെയ്തേക്കാം. എനിക്കറിയാം എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, എന്നാലും ഞാനങ്ങ് പറയുന്നു, അത്രേ ഉള്ളൂ. കേൾക്കാൻ താല്പര്യമുള്ളവര് കേൾക്കുക. അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ആ നെഗറ്റീവ് കമന്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് മാത്രമല്ല, നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആ നെഗറ്റീവ് കമന്റ്സും കാണിച്ചു തരാം. സോ കമന്റ് ഒക്കെ എല്ലാരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. ഈ കമന്റ് ഇട്ടവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് അയർലൻഡിൽ വരാൻ സാധിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങൾ കമന്റിലൂടെ തീർക്കുന്നത് എന്നുള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ആ വീഡിയോയുടെ തംബ്നെയിൽ തന്നെ എന്തുകൊണ്ട് അയർലൻഡിൽ വരരുത്, അല്ലെങ്കിൽ അതിന്റെ ടൈറ്റില് പ്രോബ്ലംസ് ഓഫ് അയർലൻഡ് ആണ്. അപ്പം അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവർക്ക് അത് കാണുമ്പോഴേ മനസ്സിലാകും അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അയർലൻഡിലേക്ക് വരാതിരിക്കാനുള്ള റീസൺസ് ആണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് എന്നുള്ളത്. പിന്നെ അത് തുറന്ന് കാണാനായിട്ട് ആരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അത് കണ്ടു, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് നിങ്ങൾ കമന്റ് ഇട്ടു. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എനിക്കും പറയാമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അയർലൻഡിന്റെ പ്രോബ്ലംസ് മാത്രമല്ല ഒത്തിരി അഡ്വാൻറ്റേജസും ഉണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചിലരുണ്ടല്ലോ തംബ്നെയിൽ കണ്ടിട്ട് മാത്രം വീഡിയോയെ വിലയിരുത്തുന്നവരുണ്ട്. സോ അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം അതിന്റെ അകത്ത് കയറി എന്താണ് എന്ന് നോക്കാനുള്ളൊരു വിവരം ഇല്ലെങ്കിൽ പിന്നെ എന്താ കൂടുതൽ പറയാനായിട്ടുള്ളത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്, അല്ലാതെ എന്റെ വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയല്ല. എന്റെ വീഡിയോസ് കണ്ട് വീഡിയോസ് യൂസ്ഫുൾ ആണ്, ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇനിയും ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത്. ആ വീഡിയോക്കകത്ത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ അയർലൻഡിൽ വരരുത് എന്ന്. എന്റെ തംബ്നെയില് എന്തുകൊണ്ട് അയർലൻഡിൽ വരരുത് എന്നുള്ള റീസൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ കിടന്ന് ചലിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് വീണ്ടും പറയുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരുണ്ട്, അവർക്കൊക്കെയാണ് ഓരോ അബദ്ധങ്ങൾ പറ്റുന്നത്. ഈയിടെ തന്നെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, 400 പേര് ഏജൻസിയുടെ തട്ടിപ്പിൽ പെട്ടു എന്നുള്ളവര്. ഇതിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, വളരെ ചിലരെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് അയർലൻഡിൽ എത്തിയാൽ മതി. അയർലൻഡിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, അയർലൻഡിൽ ഒന്ന് എത്തിയാൽ മതി. അതിപ്പോ എത്ര രൂപ കൊടുത്തിട്ടാണേലും കുഴപ്പമില്ല, ഒന്നും അന്വേഷിക്കത്തില്ല. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കണം, അല്ലാതെ ഏജൻസിക്കൊന്നും കാശ് കൊണ്ട് കൊടുക്കരുതെന്ന്. എന്നാലും അങ്ങനെ അതൊന്നും കേൾക്കാത്തവർക്കാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. അതേപോലെ തന്നെ വെതർ ബാഡ് ആണെന്നുള്ളത് അയർലൻഡിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ അയർലൻഡിൽ താമസിക്കുന്ന ആരോട് വേണേലും ചോദിച്ചു നോക്കിക്കോളൂ. അതേപോലെ തന്നെ നല്ല വെതർ ആണ് എന്ന് പ്രതീക്ഷിച്ച് നാട്ടിൽ നിന്നും വന്നിട്ട് ഡിപ്രഷനൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നവരും ഉണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതൊരു കൺട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു കൺട്രിയുടെ ഡിസ്അഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും മനസ്സിലാക്കിയിട്ട് ആ കൺട്രിയിലോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അതേപോലെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് കാണും, ഇച്ചിരി വിവരമൊക്കെ ഉള്ളവര്. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്, അല്ലാതെ കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയല്ല. നിങ്ങൾ ആരും കാണണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. ഒത്തിരി പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒത്തിരി യൂസ്ഫുൾ ആണ്, എന്റെ വീഡിയോസ് കണ്ട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അയർലൻഡിൽ ഇപ്പം ജോലിക്ക് കയറിയവരുണ്ട്. അപ്പൊ ഒത്തിരി പേര് അങ്ങനെ മെസ്സേജസ് അയക്കുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അതേപോലെ എന്റെ വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോസ് ഒട്ടും യൂസ്ഫുൾ ആയി തോന്നാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാം. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ 2-3 നെഗറ്റീവ് കമന്റ്സ് വന്നെന്ന് വെച്ച് ഞാൻ വീഡിയോ നിർത്താൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് ഇനിയും വീഡിയോസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. കാരണം ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരാണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നും. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഒട്ടും നിരാശരാക്കത്തില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ
നല്ല ഹാപ്പി ന്യൂസും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അയർലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ന്യൂസസ് ഉണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ കമന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്, വെറുതെ അയർലൻഡിന്റെ കാശ് വാങ്ങിച്ച് നക്കുകയല്ലേന്ന്. അയർലൻഡിന്റെ കാശ് ആരും വെറുതെ വാങ്ങിച്ച് നക്കുന്നില്ല, നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടാണ് കാശ് വാങ്ങിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ എല്ലാവരും. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ വീഡിയോസിലൊക്കെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ചിലരുണ്ട് നേഴ്സുമാരെ വരെ പുച്ഛമായിട്ടുള്ളവര്. അവരോട് എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും നിങ്ങളും ഒരു നേഴ്സിന്റെ മുന്നിൽ വരും, അങ്ങനെ ഒരു ദിവസം വരും, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ പുച്ഛിക്കുന്നവരെ അത് റിലേറ്റഡ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാത്തതിന് കാരണം എനിക്ക് അവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് അവരോടൊന്നും പറയാൻ താല്പര്യമില്ല. കാരണം നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നോബിൾ പ്രൊഫഷൻ ആണ്. അതിന് അത്രയും ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരാണ് നേഴ്സസ് ആകുന്നത്. നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഒത്തിരി പേര് പോകുന്നുണ്ട്, പകുതി വഴിക്ക് നിർത്തി പോകുന്നതും ഉണ്ട്. കാരണം അത്രയും ഡെഡിക്കേഷൻ ഇല്ലാത്തവരാണ് നിർത്തി പോകുന്നത്. സോ പഠിക്കാൻ പോകുന്നവരെല്ലാവരും നേഴ്സ് ആകത്തില്ല, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു പാസ്സായവര് എല്ലാവരും പിന്നെ ആ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യത്തില്ല. പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും സോ ഇതിന് അത്യാവശ്യം ഡെഡിക്കേഷൻ ഒക്കെ വേണമെന്ന്. അങ്ങനെയുള്ളവരാണ് നേഴ്സസ് ആകുന്നത്. സോ അവരെ പുച്ഛിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് നാളെ ഒരു ദിവസം വരും, നിങ്ങളും ഒരു നേഴ്സിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു നേഴ്സിന്റെ വില. അത്രേ ഉള്ളൂ, അല്ലാതെ കൂടുതലൊന്നും എനിക്ക് അവരോട് പറയാനില്ല. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും. അയർലൻഡിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യും. അത് അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒത്തിരി കമന്റ്സ് വരാറുണ്ട് വീഡിയോസ് യൂസ്ഫുൾ ആണ് എന്ന് പറയുന്നത്. അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. സ്റ്റിൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തത്തില്ല. വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവർക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.